ഒരു ചെറിയ സംശയം, പക്ഷേ അതാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി മാറുന്നത്. രേവതി പൂ കൊടുക്കാൻ വീട്ടിലെത്തിയതിനു ശേഷം ടെറസിൽ പോയി വസ്ത്രങ്ങൾ എടുത്ത് റൂമിൽ വെച്ചത് മാത്രമാണ് നടന്നത്. പക്ഷേ അതേ സമയം വീട്ടിൽ ഒരു ആരോപണം ഉയരുന്നു, കാശ് കാണാനില്ല. ആരും നേരിട്ട് ഒന്നും കണ്ടിട്ടില്ല, എന്നാലും സംശയം ഒരാളിലേക്ക് തിരിയുന്നു, രേവതിയിലേക്ക്. രേവതി കാശെടുത്തതാണോ എന്ന ചോദ്യമാണ് വീട്ടിൽ ചർച്ചയായത്. അത് കേട്ട രേവതി ഞെട്ടിപ്പോകുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യത്തോടെ അവൾ കരഞ്ഞുപോകുന്നു. ഇതിനിടെ സച്ചി രംഗത്തെത്തുന്നു. അവൻ ഉറച്ച നിലപാടിലാണ്, തെളിവില്ലാതെ ആരെയും കുറ്റം പറയരുത്. കാശ് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കൂ. സച്ചിയുടെ വാക്കുകൾ വ്യക്തമാണ്. രേവതി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. പക്ഷേ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. കുടുംബത്തിലെ ചിലർ പഴയ സംഭവങ്ങൾ വരെ എടുത്തു പറഞ്ഞ് രേവതിയുടെ കുടുംബത്തെയും കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അത് കേട്ട് സച്ചി പൊട്ടിത്തെറിക്കുന്നു. ഒരു തെറ്റ് ആരെങ്കിലും ചെയ്താൽ അതുകൊണ്ട് മുഴുവൻ കുടുംബത്തെയും കുറ്റം പറയാമോ? ഇതിനിടെ ദേവത പൂർണ്ണമായി തകരുന്നു. ഞാൻ ഒരിക്കലും ആരുടെയും ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നു. അവൾക്ക് ഏറ്റവും വലിയ പേടി ഈ ആരോപണം പുറത്തറിഞ്ഞാൽ സമൂഹം എന്ത് ചിന്തിക്കും എന്നതാണ്. ഇനി ഞാൻ പൂ വെക്കാൻ പോകുന്ന വീടുകളിൽ പോലും എനിക്ക് പ്രവേശനം കിട്ടുമോ എന്ന ആശങ്ക അവളെ തകർക്കുന്നു. സച്ചി അവളെ ആശ്വസിപ്പിക്കുന്നു. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും പറയുന്നതിനെ പേടിക്കേണ്ട, നിന്നെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ദേവതയുടെ മനസ്സ് ശാന്തമാകുന്നില്ല. ഇതിനിടെ സച്ചിക്ക് ഒരു സംശയം തോന്നുന്നു. ഇത് ശരിക്കും കാശ് പോയ കേസാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയ കഥയോ? അവൻ ശ്രദ്ധിക്കുന്നു. ഫോണിൽ സംസാരിച്ചത് ഭാമയല്ല, മറിച്ച് സച്ചിയുടെ അമ്മ തന്നെയാണെന്ന്. അതോടെ ഒരു പുതിയ സംശയം, ഇത് ഒരു പ്ലാനാണോ ദേവതയെ കുറ്റക്കാരിയാക്കാൻ? ഇതിനിടെ മറ്റൊരു വശത്ത് ഇതെല്ലാം കേട്ടവരും ചർച്ച ചെയ്യുന്നു. ചിലർ പറയുന്നു രേവതി തന്നെയായിരിക്കാം എടുത്തത്. മറ്റു ചിലർ പറയുന്നു അവൾ അങ്ങനെ ചെയ്യില്ല. പക്ഷേ സച്ചി ഒരു തീരുമാനത്തിലെത്തുന്നു, സത്യം കണ്ടെത്തണം. അവൻ നേരിട്ട് ഭാമയെ കാണാൻ പോകുന്നു. അവിടെ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, രേവതയാണോ കാശെടുത്തത്? അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയാണോ? ഭാമയുടെ മറുപടി വ്യക്തമാണ്, എനിക്ക് രേവതിയെക്കുറിച്ച് ഒരു സംശയവുമില്ല, അവൾ അങ്ങനെ ചെയ്യില്ല. അവിടെ തന്നെ കഥ കൂടുതൽ ഗൗരവത്തിലേക്ക് പോകുന്നു. സച്ചി തിരിച്ചറിവ് നേടുന്നു. ഇത് സാധാരണ ഒരു മോഷണ കേസ് അല്ലാതെ ഇതിനു പിന്നിൽ മറ്റൊരു രഹസ്യം ഉണ്ടാകാം.